ഹിന്ദി വിരോധം കത്തിച്ചു നിർത്തി കയറി വന്ന പാർട്ടിയാണ് DMK. എന്തിനേറെ പറയുന്നു, റെയിൽവേ സ്റ്റേഷനിലെ ഹിന്ദി ബോർഡുകൾ പോലും തച്ച് തകർക്കുകയും നശിപ്പിച്ച് കളയുകയും കരിയോയൊഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന പാർട്ടിയാണ് DMK. കാലങ്ങളായി അവർ ഹിന്ദി വിരോധം വെച്ചു പുലർത്തുന്നു. പിന്നീട് ദേശീയ പാർട്ടികളായ കോൺഗ്രസിനും BJPക്കും തമിഴ്നാടിന്റെ മണ്ണിൽ കാലുകുത്താനാകാത്ത വിധം ഹിന്ദി വിരോധം കത്തിച്ച് ജ്വലിപ്പിച്ച നാളുകളുണ്ടായിരുന്നെങ്കിൽ ഇന്നതൊക്കെ പഴയ കഥയായി മാറിയിരിക്കുന്നു. ഇന്ന് DMK ഹിന്ദി വിരോധം തിരിഞ്ഞുകുത്താൻ തുടങ്ങിയിരിക്കുന്നു. കാലത്തിന്റെ കാവ്യനീതി പോലെ ഉത്തരേന്ത്യ ഒന്നായി ഇളകിമറിയുമ്പോൾ സ്വന്തം പാളയത്തിലുള്ളവർ തന്നെ തിരിഞ്ഞു കുത്തുന്ന കാഴ്ച, ദയനീയമായ കാഴ്ച. BJPയെ തുരത്തുവാൻ വേണ്ടി ഹിന്ദി വിരോധം പുറത്തെടുത്ത DMKയ്ക്ക് കിട്ടുന്ന വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം INDAയുടെ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ നിതീഷ് കുമാർ ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ DMKയുടെ പ്രതിനിധി പറഞ്ഞത്, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തമിഴ് തരണമെന്ന് പറഞ്ഞപ്പോൾ നിതീഷ് കുമാർ പറഞ്ഞത് ഹിന്ദി ദേശീയ ഭാഷയാണ്, അതറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞ നിതീഷ് കുമാറിനുള്ള വിരോധത്തിൻ്റെ പേരിൽ ദയാനിധിമാരൻ, അത് DMKയുടെ MP ആണ് ദയാനിധിമാരൻ പറഞ്ഞത് ഹിന്ദി അറിയാവുന്നവർ കക്കൂസ് കഴുകാണ്, ബീഹാറികളൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ സംസ്ഥാനത്ത് കക്കൂസ് കഴുകി ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഇതേതായാലും വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ആദ്യം നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും ഒക്കെ ഇതിനെതിരെ രംഗത്ത് വന്നെങ്കിൽ ഇപ്പോൾ ബീഹാറികൾ ഒന്നടങ്കം തമിഴ് ജനതയ്ക്കെതിരെ തിരിയുന്നൊരു കാഴ്ച, കോൺഗ്രസിന് പോലും നിക്കക്കള്ളില്ലാത്ത കാഴ്ച. നമുക്കറിയാം, സ്റ്റാലിൻ സനാതന മൂല്യത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞപ്പോൾ നഷ്ടമായത് 5 സംസ്ഥാനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും കോൺഗ്രസിന് നഷ്ടമായത് തീരാത്ത ഒരു നഷ്ടം തന്നെയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഹിന്ദി വിരോധം കൂടെ കത്തിച്ച് വിടുമ്പോൾ ഏറ്റവും കൂടുതൽ അങ്കലാപ്പിലാകുന്നതും ട്രാപ്പിൽപ്പെടുന്നതും കോൺഗ്രസ് തന്നെയാണ്. കാരണം അവർക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് സീറ്റുകൾ കിട്ടണമെങ്കിൽ ഈ ഹിന്ദി വിരോധം പറഞ്ഞാൽ സീറ്റുകൾ ലഭിക്കില്ല. തമിഴ്നാട്ടിൽ നിന്ന് സീറ്റുകൾ DMKയുടെ കാരുണ്യത്തിൽ കിട്ടുന്ന സീറ്റുകൾ മാത്രമാണ്. അതില്ല എന്ന് വെച്ചാൽ പോലും മറ്റുള്ള സീറ്റുകൾ നഷ്ടപ്പെടുമെന്നുള്ള ഭയം. ഏതായാലും ഇപ്പോൾ BJPയെ തകർക്കാനായി പുറത്തെടുത്ത ആയുധം സ്റ്റാലിനെ തിരിഞ്ഞുകുത്തി തുടങ്ങി. ഹിന്ദി വിരോധം ഇപ്പോൾ തിരിഞ്ഞ് അടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.